കെഎസ്ആർടിസി ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ കെഎസ്ആർടിസി കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിലാണ് തമ്പാനൂർ പോലീസ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ തന്നെ ഡ്രൈവർ യദു ഈ സുബിനെതിരെ പരാതി പറഞ്ഞിരുന്നു. സുബിൻ എല്ലാ കാര്യങ്ങളും മേയറുമായൊക്കെ സംസാരിച്ചു എന്ന രീതിയിൽ, പാർട്ടിക്കാരനാണെന്ന രീതിയിലൊക്കെയുള്ള മൊഴി യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീടാണ് ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കുമൊക്കെ പോലീസ് കടന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സുബിനെ ചോദ്യം ചെയ്യുന്നത്. തമ്പാനൂർ പോലീസാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറാണ് സുബിൻ. വിനോദ് ചേരുന്ന വിവരങ്ങളുമായി. വിനോദ്, ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ? നേരത്തെ തന്നെ സുബിനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും തമ്പാനൂർ പോലീസ്, അതായത് മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തമ്പാനൂർ പോലീസാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് സുബിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. സുബിന് വന്ന ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യം മുൻനിർത്തിയുള്ള തരത്തിലല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം കെഎസ്ആർടിസി ജീവനക്കാർ, അതായത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടുവെന്ന് കരുതുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അടക്കമുള്ള ആളുകൾ, കെഎസ്ആർടിസി ഡിപ്പോയിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ, അതോടൊപ്പം തന്നെ പുറത്ത് പോലീസിന്റെ ക്യാമറയുണ്ട്, മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ, ഇതെല്ലാം തന്നെ പരിശോധിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിയെ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട് എന്ന തരത്തിലുള്ള നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം, പൂർണ്ണമായ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡ് നഷ്ടമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മെമ്മറി കാർഡ് നഷ്ടമായി എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ ബസ്സിൽ അന്ന് മേയറുടെ വാഹനവും കെഎസ്ആർടിസി വാഹനവും തമ്മിലുണ്ടായ തർക്കവും ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന പരാതി, മേയറാണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന ഡ്രൈവറുടെ പരാതി. ആ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറാണ് സുബിൻ. സുബിനെതിരെ യദു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സച്ചിൻ ദേവ് ബസ്സിൽ കയറുമ്പോൾ സുബിൻ എണീറ്റ് മാറി അവിടെ ഇരുന്നു കൊള്ളാൻ ആവശ്യപ്പെട്ടു. സഖാവെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു. ആ സമയം തന്നെ റഹീം MP സുബിൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടങ്ങി ആ തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായിരുന്നാലും സുബിനെ ഒരിക്കൽ കൂടി വിശദമായി ചോദ്യം ചെയ്യുക. വിനോദ്, ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് യദു പറഞ്ഞതിൽ സുബിന് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ സുബിനാണ് ഇതിന് പിന്നിലെന്നൊരു സംശയവും യദു പ്രകടിപ്പിച്ചിരുന്നോ? അങ്ങനെ ഒരു സംശയം യദു പ്രകടിപ്പിച്ചിരുന്നു. യദു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് പാർട്ടിക്കാരനാണ്, അതായത് CPM അനുഭാവിയാണ്, DYFIക്കാരനാണ് കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ റഹീമുമായി ബന്ധമുണ്ട്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ റഹീമുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സച്ചിൻ ദേവ് ബസ്സിൽ കയറുമ്പോൾ ഇരുന്ന സീറ്റിൽ നിന്ന് മാറി അവിടെ സച്ചിൻ ദേവിന് ഇരിപ്പിടം ഒരുക്കി തുടങ്ങിയ കാര്യങ്ങളാണ് യദു പറഞ്ഞിരുന്നത്. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് അത് യദുവിനെയും കൃത്യമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് യദു ആ ബസ്സിനടുത്ത് പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും കണ്ടക്ടറെ നേരത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തതാണ്. ഇന്ന് പുലർച്ചെയാണ് വീണ്ടും പോലീസ് കസ്റ്റഡിയിലാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഉച്ചയോടുകൂടി ഒരു വ്യക്തത വരുമെന്ന വിവരമാണ് നമുക്ക് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും കെഎസ്ആർടിസി ഡ്രൈവർ മേയർ തർക്കത്തിൽ ആ സമയത്ത് കെഎസ്ആർടിസി ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടാണ് സുബിനെ ചോദ്യം ചെയ്യുന്നത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.